ഹായ് ഡോക്ടർ ആരതി, ഞാൻ ഓൺകോളജിസ്റ്റ് ആണ്. ഇന്ന് എൻഡോമെട്രിയൽ ക്യാൻസേഴ്സ്, അതായത് ഗർഭാശയത്തിന്റെ ലൈനിങ്ങിന്റെ ക്യാൻസേഴ്സിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ആർത്തവം എത്തിയ സ്ത്രീകൾക്ക്, അതായത് പോസ്റ്റ് മെനോപോസൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും തരം ഒരു ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ബ്ലഡി ഡിസ്ചാർജോ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ഇമീഡിയറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എൻഡോമെട്രിയൽ ക്യാൻസറിന്റെ മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന പ്രസന്റിംഗ് സിംറ്റം ഇത് തന്നെയാണ്. ആർത്തവം എത്തിയ സ്ത്രീകൾക്ക്, അതായത് മെനോപോസ് അറ്റൈൻ ചെയ്ത സ്ത്രീകൾക്ക് ബ്ലീഡിങ് അല്ലെങ്കിൽ ബ്ലഡി ഡിസ്ചാർജ് ആയിട്ട് പ്രസന്റ് ചെയ്യാന്നുള്ളത്. അതേപോലെ തന്നെ ഈ 40കളോട് അടുക്കുന്ന സ്ത്രീകൾക്ക് തന്നെ പീരീഡ്സിന്റെ സൈക്കിൾ ഭയങ്കര ഇറഗുലർ ആവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്ലീഡിങ്ങിന്റെ സമയത്ത് ഭയങ്കര ഹെവി ബ്ലീഡിംഗ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ പീരീഡ്സിന്റെ ഇടയിലുള്ള സമയത്ത് ബ്ലഡി ഡിസ്ചാർജ് കൂടുതലായിട്ട് വരാനോ ഫ്രീക്വന്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ ഇതിന് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ടെസ്റ്റുകളൊന്നും അല്ല. ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യും, നമ്മൾ എൻഡോമെട്രിയത്തിന്റെ തിക്കനിങ് നോക്കും, അതനുസരിച്ച് മാത്രം ബാക്കി ടെസ്റ്റുകൾ തീരുമാനിക്കുള്ളൂ. ചില സ്ത്രീകൾക്ക് ഇത് പൊതുവെ കുറച്ച് റിസ്ക് കൂടുതലാണ്. അതാണ് കുടുംബത്തിൽ തന്നെ എൻഡോമെട്രിയൽ ക്യാൻസേഴ്സ് ഉള്ളവർക്ക്, ഓവേറിയൻ ക്യാൻസേഴ്സ് ഉള്ളവർക്ക്, കോളൻ ക്യാൻസേഴ്സ് ഉള്ളവർക്കൊക്കെ കുറച്ച് റിസ്ക് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ആർത്തവം കഴിഞ്ഞ സ്ത്രീകൾക്ക്, ആർത്തവം എത്തിയ സ്ത്രീകൾക്ക് പോസ്റ്റ് മെനോപോസൽ റേഞ്ചിൽ എന്തെങ്കിലും തരം ബ്ലീഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇമീഡിയറ്റ്ലി ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് പരിചയമുള്ള സ്ത്രീകൾ ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ എൻകറേജ് ചെയ്യുക ടു ഗെറ്റ് സ്ക്രീൻഡ്. ആൻഡ് ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോമെട്രിയൽ ക്യാൻസേഴ്സ് വളരെ ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ക്യൂർ ഭയങ്കര കൂടുതലാണ്.